പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന ഒരു സാക്ഷ്യം പറയുവാനായിട്ട് അമ്മ മാതാവും തിരുക്കുമാരനും സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിത മേരി മാത്യൂസ്. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 ജൂലൈ 18 തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ജർമ്മൻ്റെ എക്സാമിൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ 2014 നഴ്സിംഗ് പൂർത്തീകരിച്ചത്. അതിനുശേഷം യൂറോപ്യൻ കൺട്രിയിലോട്ട് വേണ്ടി ഞാൻ IELTS ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു 9 തവണയോളം പരീക്ഷ എഴുതി. പക്ഷേ എല്ലാത്തിലും എനിക്ക് പരാജയമായിരുന്നു. പക്ഷേ പഠിക്കുന്ന സെൻറ്ററിലെ ടീച്ചറൊക്കെ പറയുമായിരുന്നു, അനിതയ്ക്ക് കിട്ടും, പരീക്ഷ വിജയിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു തവണ പോലും എനിക്ക് വിജയിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ പള്ളിയിലൊക്കെ ഞാൻ കുർബാന സ്വീകരിക്കാനൊക്കെ ചെല്ലുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസവും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് തളർന്നിട്ടുണ്ട് ആ സമയത്ത്. അതിനുശേഷം ഞാൻ OET പഠിക്കാനായിട്ട് പോയി. OET പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കൊണ്ട് പാസ്സായിരുന്നു. പക്ഷേ ഞാൻ പ്രോസസ്സിങ് തുടങ്ങി. UK പ്രോസസ്സിങ് ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രോസസ്സിങ് തുടങ്ങി 2ാം സ്റ്റേജ് എത്തിയപ്പോഴാണ് UK ഗവൺമെൻറ് മാറുന്നതും അവിടുത്തെ നിയമങ്ങളൊക്കെ മാറുന്നതും. അപ്പോഴും എനിക്ക് മുന്നിലായിട്ട് തടസ്സം തന്നെ വന്നു. മുന്നോട്ട് പോകാൻ പറ്റാത്തതായി. ഒരു ഇൻ്റർവ്യൂ പോലും എനിക്ക് വരുന്നില്ല. അപ്പോഴും എനിക്ക് ഒരുപാട് വിഷമമായി. എന്താ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നതെന്ന് ഞാൻ ഓർത്തു. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത്രയും ഭക്തിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ ജർമ്മൻ്റെ ജർമ്മൻ പഠിക്കാനായിട്ട് ജോയിൻ ചെയ്തു. ഞാനിപ്പോൾ A2 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് ഗോപിക എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ മുൻപേ കേട്ടിട്ടുണ്ടായിരുന്നു കൃപാസനത്തെക്കുറിച്ച്. പക്ഷേ ഞാൻ ഒരു CSI വിശ്വാസി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് കർത്താവിനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ എന്നൊരു കാര്യമായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അപ്പോൾ എന്നോട് A2 തൊട്ടേ ഗോപിക സ്ഥിരമായിട്ട് പറയുമായിരുന്നു, നമുക്ക് ഉടമ്പടി എടുക്കണം, നമുക്ക് സാക്ഷ്യം ചെന്ന് പറയണം എന്നൊക്കെ. അപ്പോൾ B2 കയറിയ സമയത്ത്, ഞങ്ങൾ ഡേറ്റ് എടുത്ത സമയത്ത് എന്നോട് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി മുന്നോട്ട് എനിക്ക് മുന്നേ ഇതുവരെ തോൽവികളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്, ഞാനിപ്പോഴേ സാക്ഷ്യം പറയുന്നില്ല, എനിക്ക് വിസയൊക്കെ വന്നതിന് ശേഷം ഉറപ്പായിട്ട് മാത്രമേ ഞാൻ സാക്ഷ്യം പറയത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മൻ്റെ എക്സാം എഴുതാൻ പോയപ്പം എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് ജർമ്മൻ വലിയ കുഴപ്പമില്ല, ക്ലാസ്സിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഞാൻ ഓരോ ലെവലും ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എഴുതുന്ന പരീക്ഷകളൊക്കെ പാസ്സാകുന്നുണ്ട്. അപ്പം ഉടമ്പടി ഞാൻ എടുത്തത് ജൂലൈ 18 തീയതിയാണ് ഈ വർഷം എടുത്തത്. അപ്പോൾ ജർമ്മൻ്റെ എക്സാം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ പാസ്സാകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാമിന് പോയിട്ട് എനിക്ക് ഒരുപാട് ഭയങ്കര പാടായിട്ട് എക്സാം തോന്നി. ഞാൻ എന്നിട്ട് എന്നെക്കൊണ്ട് തന്നെ ചില അബദ്ധങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നത് പോലും തെറ്റിച്ചൊക്കെ ഞാൻ വെച്ചു. അതിനുശേഷം ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് പാസ്സാവാൻ പറ്റത്തില്ല, ഭയങ്കര പാടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു എക്സാം എന്നെ എങ്ങനെയെങ്കിലും പാസ്സാക്കി തരുവാണെങ്കിൽ ഞാൻ റിസൾട്ട് അറിയുന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ വന്ന് അമ്മയോട് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റിസൾട്ട് നോർമലി അറിയുന്നത് 45 ദിവസം കൊണ്ടായിരുന്നു. ഞാൻ ജൂലൈ 30 തീയതിയാണ് പരീക്ഷ എഴുതിയത്. ഞാനപ്പോൾ ഇവിടെ അതിന് മുമ്പായിട്ട് അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് ഞാൻ പങ്കെടുത്തു. കാശുരൂപം ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉപ്പ് അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം സെൻറ്ററിലുള്ള എക്സാമിനേഴ്സ് ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു അവിടെ ഇങ്ങനത്തെ വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ ഞാൻ എൻ്റെ പോക്കറ്റിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഉപ്പ്. പിന്നെ ഞാൻ വെഞ്ചരിച്ച തൈലം നെറ്റിയിലും പാസ്പോർട്ടിലും കുരിശ് വരച്ചിട്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. അതിനുശേഷം എൻ്റെ റിസൾട്ട് 60 ദിവസം കൊണ്ടാണ് അറിഞ്ഞത്. അപ്പം 45 ദിവസം കഴിഞ്ഞിട്ട് എനിക്കൊരുപാട് വിഷമമായി, ദൈവമേ ഇത് എന്തുകൊണ്ടാണ് വീണ്ടും ഈ തടസ്സങ്ങൾ വരുന്നത്. ഞാനിപ്പം അമ്മയുടെ അടുത്ത് വീണ്ടും ഞാൻ പറഞ്ഞു, അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഞ്ചാരി മാതാവേ എനിക്ക് വേണ്ടി അവിടെ ചെന്നിട്ട് അമ്മയായിരിക്കണം അവിടെ ഇൻവിജിലേറ്ററായിട്ട് എനിക്ക് മാർക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അപേക്ഷിച്ചിരുന്നത്. അതിനുശേഷം ഇന്നലെയാണ് എൻ്റെ റിസൾട്ട് വന്നത്. ഫുൾ മൊഡ്യൂളും എനിക്ക് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് തന്നെ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് ഒരുപാട് ഞാൻ നന്ദി ഈ സമയത്ത് അർപ്പിക്കുന്നു. പരീക്ഷ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരുപാട് പാടായിരുന്നു. കാരണം ഞാൻ എഴുതിയ 4 മൊഡ്യൂൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു പോയത്, എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചു പോയ എഴുത്ത് പരീക്ഷകളിൽ എനിക്ക് ഒരുപാട് തെറ്റുകൾ ഞാൻ വന്നായിരുന്നു. എന്നെക്കൊണ്ട് തന്നെ ഞാൻ അബദ്ധത്തിൽ കുറേ തെറ്റുകൾ വരുത്തിയായിരുന്നു. അതല്ലാതെ തന്നെ പരീക്ഷ പാടായിരുന്നു.
പിന്നെ സ്പീക്കിംഗ് വന്നപ്പോൾ 3 സെക്ഷനാണ് സ്പീക്കിംഗ് ഉള്ളത്. ആദ്യത്തെ ഞാൻ നല്ലതായിട്ട് തന്നെ പറഞ്ഞു. അടുത്ത സെക്ഷൻ വന്നപ്പോൾ ഒരു പാർട്ട്ണറുമായിട്ട് ചേർന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ പറയാനായിട്ട് സാധിച്ചില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത് പാസ്സാകുമോ? എങ്കിലും എനിക്ക് കൂടുതലായിട്ട് പാടായിട്ട് തോന്നിയത് റൈറ്റിംഗ് എക്സാം ആയിരുന്നു. അതിനായിരിക്കും എനിക്ക് കൂടുതൽ ഭയം തോന്നിയത്. ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ പരീക്ഷ. അപ്പം ഞാൻ അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഉറപ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, മാതാവേ എനിക്ക് എന്താണെന്ന് ഉത്തരം പറഞ്ഞ് അമ്മ എന്താണെന്ന് പറഞ്ഞു തരുന്നത് അതെനിക്ക് പറഞ്ഞു തരുന്നത്, ഞാൻ ആ രീതിയിലെ ഉത്തരം എഴുതത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് പാടായിരുന്നു. അതായത് ഹിയറിംഗ് ഒക്കെ ഒരുപാട് പാടായിരുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ അമ്മ മാതാവ് എനിക്ക് എന്താണോ എഴുതാനായിട്ട് എന്നെ നയിച്ചത് ആ ഒരു ഉത്തരങ്ങൾ ഞാൻ അമ്മയോട് അപേക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോന്നും ഞാൻ ക്ലിക്ക് ചെയ്തത്. അതിനുശേഷം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ ഫുൾ മൊഡ്യൂളും പാസ്സാകുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഇത് ഇടപെട്ട് എനിക്ക് അത്രയും പാടാന്ന് ഞാൻ തോക്കുമെന്ന് ഉറച്ചിരുന്ന ഒരു പരീക്ഷ എന്നെ വിജയിപ്പിച്ചത് അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ടും കാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും ചെയ്യുന്നത് എൻ്റെ 3-ാമത്തെ മാസമാണ് ഉടമ്പടിയുടെ. അപ്പോൾ ആദ്യത്തെ 2 മാസങ്ങളും ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോയിട്ട് ബസ് സ്റ്റാൻഡുകളിലും പൊതുസ്ഥലങ്ങളിലൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി വാക്യങ്ങൾ പത്രത്തിനകത്തൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തിരുന്നത്. ഞാനപ്പോൾ അമ്മയോട് പറഞ്ഞിരുന്നു, ദൈവമേ ഇത് അർഹിക്കുന്ന കൈകളിൽ തന്നെ വന്ന് ചേരണമേ, എന്നിലൂടെ ആരെങ്കിലും കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അവർക്കൊരു കൃപ ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലിയേറ്റീവ് സെൻ്റർ ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണ സാധനങ്ങൾ മേടിച്ച് കൊടുക്കുകയും അവിടെയുള്ള അമ്മമാരുടെ അടുത്ത് പോയി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ മുന്നിലായിട്ട് ആവശ്യങ്ങൾ സഹായങ്ങളൊക്കെ പറഞ്ഞ് തരുന്ന ചോദിക്കുന്ന എല്ലാവർക്കും എന്നാലാവുന്ന വിധം സഹായം ചെയ്യുമായിരുന്നു. എനിക്കിപ്പം ജോലിയൊന്നും ഇല്ലെങ്കിൽ കൂടെ എന്നാലാവുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. അതിനേക്കാളും വലിയൊരു എനിക്ക് ചേഞ്ച് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മീയ ജീവിതത്തിലെ വളർച്ചയാണ്. മുന്നേ ഞാൻ പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, പക്ഷെ അതിലൊക്കെ ഒരു ഉഴപ്പ് വന്നായിരുന്നു. എനിക്കിങ്ങനെ ഓരോ തിരിച്ചടി കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ ഒരു രീതി തള്ളിപ്പറഞ്ഞൊരു സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു. എനിക്കിതുപോലെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് അച്ഛൻ്റെ ധ്യാനം കൂടുകയും ഒരുപാട് നിയോഗങ്ങളിലുള്ള സംശയങ്ങൾ എനിക്ക് ധ്യാനത്തിൽ നിന്നൂടെയും എനിക്കിവിടുത്തെ സാക്ഷ്യങ്ങളിലൂടെയും എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ഉടമ്പടിയിൽ എന്തെങ്കിലും പിഴവുകളുണ്ടെങ്കിൽ എനിക്ക് ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ ഞാൻ പള്ളിയിൽ സ്ഥിരമായിട്ട് പോകും. പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീകരിക്കുന്നത് പണ്ടൊക്കെ പോയിട്ട് ഒരു ക്രമം എന്നുള്ളൊരു എന്തെങ്കിലും പോയി സ്വീകരിക്കുവാണെങ്കിൽ ഇന്ന് എനിക്ക് കുർബാന സ്വീകരിക്കുമ്പോൾ മനസ്സരിഞ്ഞ് ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വിശുദ്ധിയോടുകൂടെ തന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കുർബാന സ്വീകരിക്കുന്നത്. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണ് ഇനീഷ്യേറ്റ് ചെയ്ത് കുടുംബ പ്രാർത്ഥന നടത്തുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടുതലായിട്ട് ദൈവത്തിലോട്ട് ഒരു പുറകോട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു നിയോഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ദൈവത്തിലോട്ട് കൂടുതൽ അടുപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഇപ്പം എനിക്കുണ്ട്. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു തിരിച്ചടി വരുമ്പോൾ ഞാൻ ഒരുപാട് തളർന്നു പോകുമായിരുന്നു. ഇതെൻ്റെ ജീവിതം ഇതോടെ നിന്നു, അങ്ങനൊരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ അമ്മയോടാണ് പറഞ്ഞേക്കുന്നത്. അമ്മ ഉറപ്പായിട്ടും എന്നെ ഉറപ്പായിട്ടും അതിന് വിജയം നൽകിയിരിക്കുമെന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട്. ഒരിക്കലും ഞാൻ തകർന്നു പോകത്തില്ല. ഉറപ്പായിട്ടും എൻ്റെ അമ്മ എന്നെ രക്ഷിക്കുമെന്നൊരു വിചാരം എനിക്കുണ്ട്. മുന്നോട്ടും എനിക്ക് അമ്മ മാതാവ് എനിക്ക് തരുന്ന ആത്മീകമായ വളർച്ചയും ഭൗതികമായ അനുഗ്രഹങ്ങളും എല്ലാം ഞാൻ ഉറപ്പായിട്ടും ഇനിയും വന്ന് ഞാൻ സാക്ഷ്യം പറയും. എല്ലാം ഇതുവരെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും അമ്മ മാതാവിനോട് തിരുക്കുമാരനോടും നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുത്ത് 1, 2, 3 തവണ പുതുക്കിയതിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യം നടന്നില്ല എന്ന് കരുതി അമ്മ മാതാവിനെ ഉപേക്ഷിച്ച് പോകരുത്. ഒരുപക്ഷെ അതിലും മികച്ചത് നമുക്ക് നൽകുവാൻ വേണ്ടിയുള്ള ഒരല്പം സമയദൈർഘ്യം എടുത്താലും നമ്മൾ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ അരികിൽ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിച്ചാൽ അതൊരിക്കലും നമുക്ക് നഷ്ടമായി തീരില്ല. അതിന് അനുഗ്രഹത്തിനും നേട്ടത്തിനുമുള്ളത് അമ്മ മാതാവും ഈശോയും അതിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. മക്കൾ 2 പേരും പറയുന്നുണ്ട്, ഞങ്ങൾ എഴുതിയ 4 മൊഡ്യൂൾസും ഏറെ ക്ലേശമായിരുന്നു.
ഓരോ തവണയും ഞങ്ങൾ കാശുരൂപത്തിൽ പിടിച്ച് പ്രാർത്ഥിച്ചും ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തേൻ, അത് ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചും ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും ഉള്ളിൽ സേവിച്ചുകൊണ്ടും കയ്യിൽ കരുതിക്കൊണ്ടും അമ്മ മാതാവ് ഈ മണിക്കൂറുകളിൽ ഓരോ ചോദ്യത്തിലും അമ്മയുടെ സഹായം നൽകി അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ചാണ് പരീക്ഷ എഴുതിയത്. മറ്റൊരു തവണ കൂടി എഴുതുവാൻ കാരണമാക്കരുത് എന്ന് പ്രാർത്ഥിച്ചുവെന്ന്. പ്രത്യേകിച്ച് ഗോപിക അത് എടുത്തു പറയുന്നുണ്ട്. വീട്ടിൽ അമ്മ ആശ്വസിപ്പിക്കുമായിരുന്നു, 1-2 പോയാൽ കുഴപ്പമില്ല, അടുത്തത് എഴുതാമെന്ന്. അപ്പോഴും മകൾ ധൈര്യത്തോടെ പറയും, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുകൊള്ളുമെന്ന്. പ്രിയമുള്ളവരെ, ഇന്നലെ ജയിച്ച പരീക്ഷയുടെ ആ വിജയമാണ് ഇന്ന് ഈ മക്കൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ദൈവത്തിന് കൊടുക്കുന്നൊരു നന്ദിയാണ്. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ പഠനം കൊണ്ടല്ല, മറിച്ച് എൻ്റെ അമ്മ മാതാവ് കരം പിടിച്ച് നടത്തുകയും സൂക്ഷ്മമായി ഓരോന്ന് ചെയ്യുവാൻ എന്നെ സഹായിക്കുകയും എൻ്റെ ബുദ്ധിയിലേക്കും ആ എഴുതിയ നിമിഷങ്ങളിലേക്കും എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ശരിയായതിലേക്ക് എന്നെ എത്തിക്കുകയും ചെയ്തതിന് ദൈവകൃപയാൽ മാത്രം ഇത് അനുഗ്രഹമായി വിജയമായി തീർന്നുവെന്ന് മക്കൾ അമ്മയുടെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതം അതേത് രീതിയിൽ മുന്നോട്ട് പോകുന്നുവെങ്കിലും, നമ്മുടെ പഠനം എത്ര പരിശ്രമിച്ചിട്ട് ഫലമണിയുന്നില്ലെങ്കിലും ശരണപ്പെട്ട് പൂർണ്ണമായും അമ്മ മാതാവിന് കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ ഒന്ന് നവീകരിക്കുവാൻ, വിശുദ്ധീകരിക്കുവാൻ, ദൈവസ്നേഹത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുമെങ്കിൽ വലിയ അനുഭവങ്ങൾ നമുക്ക് സ്വായത്തമാക്കാനാകും. അത് അനിത പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ വല്ലപ്പോഴും കുർബാനയ്ക്ക് പോയിരുന്ന വ്യക്തിയാണ്. പിന്നീട് എനിക്ക് എപ്പോഴും കുർബാനയ്ക്ക് പോകുവാൻ സാധിച്ചിരുന്നു. വിശുദ്ധ കുർബാന ഒത്തിരി ആഗ്രഹത്തോടെ സ്നേഹത്തോടു കൂടി ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിച്ചിരുന്നു. വിശുദ്ധ കുർബാനയുടെ അർത്ഥം മനസ്സിലാക്കി പങ്കുകൊള്ളുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെന്ന് നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തെ ഇത് ബലപ്പെടുത്തുകയാണ്. അനിത പറഞ്ഞു, നല്ല ആത്മധൈര്യത്തോടു കൂടി ഏത് ജീവിത വിഷയത്തെയും സമീപിക്കുവാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചുവെന്ന്. ഞാനതുകൊണ്ട് ഒന്നും പേടിച്ചില്ല. അമ്മയോടൊപ്പം ഞാൻ നടക്കുമ്പോൾ അമ്മ എനിക്ക് വേണ്ടതൊക്കെയും ക്രമീകരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി കൈമാറുന്നത് ഈ ആത്മധൈര്യമാണ്. ഉടമ്പടി കൈമാറുന്നത് പ്രാർത്ഥിക്കുന്നത് വിശ്വസിച്ചാൽ അനുഗ്രഹിക്കുമെന്ന ഉറപ്പാണ്. ഉടമ്പടി കൈമാറുന്നത് നമ്മുടെ വിശുദ്ധ കുർബാന, നമ്മുടെ കുമ്പസാരം, നമ്മുടെ വചനവായന, അതൊക്കെയും നമുക്ക് അനുഗ്രഹത്തിനും ആത്മബലത്തിനും കാരണമാക്കി മാറ്റുമെന്നുള്ളതാണ്. ലോകത്തെ ഭയപ്പെടാതെ ദൈവസ്നേഹത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ ഉടമ്പടി നമ്മളെ ഓരോ നിമിഷവും കരുത്തരാക്കുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ മക്കൾക്ക് ലഭിച്ച വലിയ ദൈവാനുഭവത്തിനും വിജയത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.